ജീവിക്കണമല്ലോ. ഏതായാലും കൊച്ചിനെ പേടിക്കൊന്നും പോകാൻ ഞാൻ വിജയിക്കുന്നില്ല. എന്റെ മരണം വരെ ഞാൻ ഇവിടെ ജീവിക്കും. ഞാൻ മരിച്ചാൽ എന്റെ മൂന്ന് സ്വഭാവം കേട്ടോ. അത്രയും മക്കൾ കൈകാര്യം കഴിക്കണം. ഒത്തിരി കൊണ്ട് താമസിക്കണ്ട. എപ്പോഴും ചിന്തയാ, എന്റെ മനസ്സിന്റെ ചിന്തയാ. പിന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ചിന്തിക്കാതിരിക്കും പറ്റത്തില്ല. ഓർത്തനെ കല്യാണം കഴിക്കണം. അലക്കാരിയായാലും ബംഗാളിയായാലും ബീഹാറിയായാലും ആരെയായാലും ഇനി ഇഷ്ടപ്പെട്ട വ്യക്തിയെ കല്യാണം കഴിക്കണം. വിചാരിക്കുന്നത് ഒരു കൂട്ട് വേണം. ഇതേപോലെ പഠിച്ചൊക്കെ ആണെങ്കിൽ അത്രയും കാര്യം. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയാവുന്ന ആളാണെങ്കിലേ ജോലിക്കാരൊക്കെ ആൾ വേണമെന്നില്ല. വലിയ കളപ്പുരകളുണ്ടെന്തായാലും. എന്താ പറയാ, നമ്മുടെ സിം കാർഡൊക്കെ ഏതാണ്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. സിം കാർഡ് ഇതിനകത്തുണ്ട്. സിം കാർഡ് ഒരു കുഴപ്പമില്ല. നിംസായിട്ട് സിം കാർഡ് കാണിച്ചുകൊണ്ട് ഏതാണ്ടെല്ലാം ചെയ്യുക. നമ്മുടെ ഇവിടെ ഇല്ലെന്ന് വരുത്തി തീർക്കാൻ നോക്കുക. എവിടൊക്കെയോ പോയെന്നൊക്കെ വരുത്തി തീർക്കാൻ നോക്കുക. പല പല പരിപാടികൾ ഇവന്മാർക്കുള്ളത്. ഞാനും എന്റെ അമ്മയുമായിട്ട് നിൽക്കും. എങ്കിലും അമ്മ ഇവരെന്നും സെൽ വിളിക്കുമല്ലോ അമ്മ. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് എന്നും പറഞ്ഞേ കവിത വേണ്ട. അമ്മ പറയുന്നത് എന്തോ ഞാൻ അമ്മയോടല്ലേ ഇവിടെ ജീവിക്കുന്നത്. ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 10 ഡേറ്റ്. ഇന്ന് ജനുവരി 10. ഇന്ന് എന്താ ജനുവരി 10 ഇന്ന് 2026. ഞങ്ങൾക്ക് ജീവിക്കുന്നത് ഇത്രയാണ്. ടൈം ഡേറ്റ് എല്ലാം വരും. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ട് മാറിയിരിക്കുക കുറെ ക്രിമിനലുകൾ കാരണം. നമ്മളെ പല പല രീതിയിൽ നമ്മളെവിടൊക്കെയോ പോയെന്ന് വരുത്തുക. നമ്മളെവിടെയെങ്കിലും പോയമ്മേ. ഞാൻ അമ്മയുടെ കൂടെ വേറെ ഉണ്ട്. എന്താ പോയത്? ഇന്ന് ജനുവരി 10 സാറ്റർഡേ ആണിന്ന്. റെഡിയായി സിമ്മന്റെ സിം കാർഡ് മാറ്റിൽ അങ്ങനെ പല പല വേലകളാണ്. അതിന് വേലകളൊക്കെ നമുക്കുണ്ട്. വേലകളൊക്കെ മാറ്റുന്ന വേലകളൊക്കെ നമുക്കുണ്ട്. ഇത് വേല മാറ്റല് ശരിയായോ? അത് കൂടെ വരുമോ? അതില് ക്യാമറയില് അങ്ങനല്ല. അത് ആളുകൾ അറിയുന്നതല്ലേ. ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോഴേ ആളുകൾ അറിയും ഇവിടെ എന്തൊക്കെയാ നമ്മുടെ സിം. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതുകൊണ്ട് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുന്ന പോലെ, കറണ്ട് കളയുന്ന പോലെ നമ്മുടെ സിമ്മൊക്കെ ഇതുപോലെ പല പല രീതിയിലുണ്ട് ഇവന്മാർക്ക്. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് അറിയാം ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത്. കൊള്ളാം. നമ്മുടെ ഇവിടെ എന്തെങ്കിലൊക്കെ വരുത്താൻ വേണ്ടി പല പല വേലകളാ. ഞാനിവിടെ അപ്പൊ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അമ്മേ? കടയിൽ വരെ പോകും. സെക്കൻഡ് നീ ഓടി ഇവിടെ വരും. 5 മിനിറ്റ് വേണ്ട നിനക്ക് കടയിൽ പോയിട്ട് വരാൻ. 5 മിനിറ്റ് വേണ്ട. ഞാനെന്റെ അമ്മയുടെ കൂടാ ഇരിക്കുന്നത്, അല്ലാതെ വേറെ ആരുടെ കൂടെ ഒന്നും അല്ല. എന്തുമാത്രം ഇപ്പൊ ശരിയാക്കി ഞാൻ. ഇവിടെ എത്ര രൂപ കൊടുക്കണമായിരുന്നു കൂലിയാണെങ്കിൽ അത് വൃത്തിയാക്കണമെങ്കിൽ. സാധാരണ വൃത്തിയാക്കുന്ന പോലെ ആളുകളുടെ കൂടെ ഒളിച്ചോടാൻ പോകുന്നു ഞാന്. ഒളിച്ചോട്ട കാര്യമൊന്നും ഇത് നല്ലപോലെ അന്തർഭാഷ കല്യാണം കഴിക്കാനുള്ള ഇവിടെ വന്ന കണ്ടമാരെ ഞാൻ കണ്ടുവച്ചിട്ടില്ല. ഇവിടെ ഉള്ള ഒരു രാജസ്ഥാനിയെ കണ്ടുവച്ചിരിക്കുന്നത്. അമ്മ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്തോ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അത് ടി വി നോക്കും. എന്താ ഞാൻ ആ ടൈപ്പ് അങ്ങനെ ഇട്ടേക്കുന്നത്? ആയല്ലോ. ഇനിയെന്തോ ഞാൻ ചട്ടപ്പുറത്തെ ലൈറ്റ് ഇട്ടേക്ക് പോവാം. അതിൽ കാണിക്കാൻ ആരെയും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഓഫാക്കും. ഇവിടെ കറണ്ട് ചാർജ് കുറഞ്ഞിരിക്കണം. വെക്കാരമായ കറണ്ട് ചാർജ് 1300 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂലിയാണ്.
1800. 800? ആ എന്തോ ഇവിടെ നിൽക്കുന്നോ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് നമ്മുടെ ഇത് വെച്ച് ഇതൊക്കെ വല്ലതൊക്കെ എടുക്കുന്നുണ്ടോന്നും അറിയാൻ പറ്റില്ല ഇവന്മാര് എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങൾ ഇവന്മാര് നടത്തുന്നുണ്ട് എന്തായാലും. എന്നാലേ ആ ലൈറ്റാ പോകാതെ പറയുന്നത് നീ കേൾക്കത്തില്ലല്ലോ. ഇനി ഇല്ലാത്ത എന്റെ കാര്യം ഇത്രയും സമയമായില്ല 9:30 ആയി. നടക്കുക ഇങ്ങനെ കുറെ അവന്മാര് ചുമ്മാ കാട്ടുണ്ടാവുന്നു. വളരെ ആദ്യം നമ്മുടെ കാലത്തൊന്നും ഉണ്ടാവത്തില്ല. ഫോൺ ഏതാണ്ട് എല്ലാവരും കുട്ടിയാരെ ലൈറ്റ് പോകാം. 9 മണിയാകുമ്പോ ലൈറ്റ് ഓഫ് ആക്കിയേക്കണം ഞാൻ പറഞ്ഞേക്കാം. ഒരു മിനിറ്റ് ക്ഷമിക്കണേ. ഒരു കാര്യം കൂടെ ചെയ്തോട്ടെ. ഇതൊന്ന് കഴിയുമ്പോ ഒരു കാര്യം ഒന്ന് ചെയ്യണം. ഡ്രാമയാ നമുക്ക് നമ്മളെ വെച്ച് ഡ്രാമ. സിം കാർഡ് ഇതാക്കുക എന്തെല്ലാം വേലകളാ. നെറ്റ്വർക്ക് ഇല്ല ചിലർ പറയും. നെറ്റ്വർക്ക് ഇല്ല. നെറ്റ്വർക്ക് അമ്മയെ വിളിച്ചിരിക്കുന്നതല്ല അമ്മയെ വിളിച്ചുകൊണ്ടല്ലാതെ ആരും ഇല്ല. അടുത്ത് കൂട്ടുപോയിപ്പോഴേ അടുത്ത് കൂട്ടി വിളിക്കുന്ന നാളെ രാവിലെ തുടക്കത്തിൽ വരാനും ഇതൊന്നും ഇല്ല. പിന്നെ കടകൾ പലതും ഉണ്ടാക്കും. പല പല കടകളാണ്. ഇതൊന്നും ആയില്ല. അമ്മ ഇവിടെ വല്ലവരും ഉണ്ടോ? ഞാനേ ഉള്ളൂ. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ അമ്മ. ഇല്ല ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ഇന്ന് ജനുവരി 10, 1926. ഇപ്പൊ സമയം 9:30. കേട്ടോ അമ്മേ? ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. ആരും ഇവിടെ ഇല്ല. വേണ്ട ക്യാമറയുടെ മുന്നിലാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്റെ അമ്മ ഇവിടെ നിന്നാണ് TV കാണുന്നത്. അങ്ങനെ പല പല ഇതാണ്. ഭയങ്കര രോഗങ്ങൾ അതിനാണ് ഞങ്ങളെ കുറിച്ച് പറയാനുണ്ടാക്കുന്നത്. എനിക്ക് കള്ളക്കല്യാണം കുറെ അവമാനം കണ്ടെത്തിയാൽ കുറെ യഥാർത്ഥമായിട്ട് കല്യാണം കഴിക്കുന്നു. വളരെ കള്ളക്കല്യാണം കുറെ അവന്റെ മരണമില്ല. യഥാർത്ഥമായിട്ട് കല്യാണം കഴിക്കുന്ന സംഭവിച്ചിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള ആളിനെ കല്യാണം കഴിക്കാം. നിനക്ക് നിന്നെ തന്നെ നിർത്താൻ ഇഷ്ടമല്ല. കാരണം ഞാൻ മരിച്ചപ്പോൾ കുട്ടിക്കൂടിന്റെ വലിയ സങ്കടമായിരിക്കും. TV ഓണാക്കിയോ? ഏതാ ഓണാണ്? ഏഷ്യാനെറ്റാണ്. കൈകളിയോ ഏതാ? ഏഷ്യാനെറ്റ് എടുക്കും. ആണോ? കണ്ണൂടെ നോക്കിയിരിക്കുമ്പോ അത് ഏത് ചാനലാണെന്ന് ഞാനും എന്റെ അമ്മയെ മാത്രമേ ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടെ എല്ലാം ചുമ്മാ അനാവശ്യം പറയുക. കുറെ അനാവശ്യക്കാർ